ഹായ് ഡിയേഴ്സ്, ഇന്ന് എന്താണ് സൺഡേ ആയിട്ട് പരിപാടി? ഞങ്ങളപ്പോൾ സൺഡേ ആയിട്ട് ഇന്നൊരു തട്ടിക്കൂട്ടി ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു വചനമൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരുപാട് പേര് ലൈക്ക് ചെയ്തു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഇന്നും എനിക്ക് അതുപോലെ നല്ലൊരു വചനമുണ്ട് കിട്ടിയത്. അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു, ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. പ്രഭാഷകങ്ങളിലുള്ളതാണ്. അങ്ങനെ ആ വചനമൊക്കെ കേട്ടിന്ന് ഭയങ്കര എനർജറ്റിക്കായിട്ടാണ് എണീറ്റത്. കണ്ടില്ലേ, ഇവിടെ ഇതൊക്കെയാണ് അവധി ദിവസത്തെ പരിപാടികൾ. പുതപ്പൊക്കെ സോഫയൊക്കെ കൂട്ടി കെട്ടി വീട് ഉണ്ടാക്കി കളിക്കലാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ബിരിയാണി റെസിപ്പി പറയാനൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ, നമുക്ക് വെറുതെ ചുമ്മാ സംസാരിച്ചിരിക്കാമല്ലോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കി തീരണ വരെയും ഈ വറുത്ത് വെച്ചിങ്ങനെ സവാള ഇടയ്ക്കിടയ്ക്ക് കഴിക്കലാണ് എൻ്റെ മെയിൻ ഹോബി. ലാസ്റ്റ് അത് ബിരിയാണിയിൽ ഇടാനായിട്ട് കുറച്ചേ കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ അരപ്പൊക്കെ ഇട്ട് മൊരിഞ്ഞു നമ്മുടെ സവാളയും ക്യാപ്സിക്കം എല്ലാം ഇട്ട് ചിക്കനും എല്ലാം കൂടി ഇട്ട് കറി അങ്ങനെ തട്ടിക്കൂട്ടി സെറ്റാക്കി. പിന്നെ മുട്ടയും സാലഡും ഇതിൻ്റെ മെയിനാണ് കേട്ടോ. ഇതും കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകും. കണ്ടല്ലോ എൻ്റെ ആവി പറക്കണ ദം ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇസക്കൂട്ടി ഹരപ്പനും കഴിക്കുകയാണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.